ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ദൈവം നമ്മൾക്കായി ഒരു പുതിയ ദിവസം കൂടി തന്നതിന് ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 36 സങ്കീർത്തനം 9 തിരുവചനവും യോഹന്നാൻ്റെ സുവിശേഷം 4 അധ്യായം 14 തിരുവചനവും. അങ്ങിലാണ് ജീവൻ്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. സങ്കീർത്തകൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവൻ്റെ ഉറവ അങ്ങാണ്. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന പ്രകാശമാണ് ഞങ്ങളുടെ പ്രകാശവും. ഇതേ തിരുവചനത്തിന് അടിസ്ഥാനമായി ഈശോ വളരെ വ്യക്തമായിട്ട് സമറിയക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പിതാവായ ദൈവം നമ്മൾക്ക് നൽകുന്ന ജീവൻ്റെ ഉറവ, പിതാവായ ദൈവത്തിൻ്റെ ശ്വാസം, അത് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരിക്കലും ദാഹിക്കുകയില്ല. ഒന്നിനെക്കുറിച്ചും നമ്മൾക്ക് വേവലാതി ഉണ്ടാകുകയില്ല. ഒന്നിനെക്കുറിച്ചും നമ്മൾക്ക് ഭയമുണ്ടാകില്ല. കാരണം ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ കൂടെ നിന്ന് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരരുവി നദിയായും സമുദ്രമായും മാറുന്നത് പോലെ നിങ്ങളിൽ നിന്നും ആ ദൈവജീവൻ അരുവിയായി പുറപ്പെട്ട് നദിയായി, പുഴയായി, സമുദ്രമായി മാറും. ഒന്നിനെക്കുറിച്ച് നമുക്ക് ആകുലതയുണ്ടാവില്ല. നമുക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കിത്തരും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ശ്വാസം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.